നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മ പ്രകൃതി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമായി നിൽക്കുന്ന പ്രകൃതിയുടെ ഒരു സൂക്ഷ്മ രൂപമാണ് എന്നെല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ വേറെ, പ്രപഞ്ചം വേറെ, ഞാൻ വേറെ, പ്രകൃതി വേറെ എന്നൊക്കെ ഒരു ചിന്തയാണ് നമുക്കുള്ളത്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് അത് ചിന്തയിൽ പറ്റിയിട്ടുള്ള ഒരു തകരാറ് മാത്രമാണ്. ഞാൻ വേറെ, പ്രകൃതി വേറെ. ഇപ്പോൾ ഒരു വൃക്ഷത്തിലുള്ള ഇലയ്ക്ക് തോന്നാം, ഈ വൃക്ഷം എന്തൊരു വലുതാ, ഞാൻ വളരെ ചെറുതല്ലേ, അപ്പോൾ വൃക്ഷം വേറെ, ഞാൻ വേറെ എന്ന് തോന്നാം. തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ചിന്തയിൽ പറ്റുന്ന ഒരു തകരാറ് മാത്രമാണ്. ഇതേ തരത്തിൽ നമുക്കും തോന്നുന്നു പ്രകൃതി വേറെ, ഞാൻ വേറെ, ഞാൻ പ്രകൃതിയിൽ ജീവിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഞാൻ പ്രകൃതിയിൽ ജീവിക്കുന്നു എന്നല്ല, ഞാൻ പ്രകൃതിയാണ്. ഇലയ്ക്ക് പറയാം, ഞാൻ ഈ വൃക്ഷമാണ്, എനിക്ക് അതിൽ നിന്ന് വേറിട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കാനുള്ള ഒരു ശേഷി എന്തോ ഒരു എറർ എൻ്റെ തലയിൽ കയറി കൂടിയതുകൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പം അവിടെ ഈ പ്രപഞ്ചവും ഞാനും വേറല്ല, വേറിട്ടൊന്നല്ല എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഒരു ബാലൻസ് അത് നമ്മിലും എല്ലാ നിമിഷത്തിലും അങ്ങനെ സദാ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തിരിച്ചറിവിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക. അത് നൽകുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്. ഇപ്പോൾ ഒരു ഇലയ്ക്ക് തിരിച്ചറിവുണ്ടാവുകയാണ്, ഞാൻ ഈ വൃക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ്, ഈ വൃക്ഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിലനിൽക്കുന്നത്, എനിക്ക് വേറെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ ആരോഗ്യം, എൻ്റെ ടെൻഷൻസ്, അങ്ങനെയുള്ള വിഷയമില്ലല്ലോ. നമുക്കിപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കോമഡി ആയിട്ടല്ലേ തോന്നുക? അതൊക്കെ ഒരു വൃക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഈ ഇല നിലനിൽക്കുന്നത് വൃക്ഷത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ആ ഇലയുടെ കരുത്ത് നിലനിർത്തുക എന്ന് പറയുന്നത് ഇലയുടെ മാത്രം ഉത്തരവാദിത്വമല്ല. അപ്പോൾ വൃക്ഷത്തെ കൂടി എന്തായാലും തീർച്ചയായിട്ടും അതുകൂടി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. വൃക്ഷമാണ് അത് തീരുമാനിക്കുന്നത്. എത്ര വലിപ്പം വേണം ഇലയ്ക്ക്, എങ്ങനെയായിരിക്കണം ഷേപ്പ്, നല്ല കടുത്ത പച്ച വേണോ, ഇളം പച്ച വേണോ, എല്ലാം വൃക്ഷത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. പക്ഷേ ഇലയ്ക്ക് അതറിയില്ലല്ലോ. ഇല എന്താ വിചാരിക്കുക, ഞാൻ മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം ഇങ്ങനെ, ബാക്കി ഇലകളൊക്കെ നല്ല കരുത്തോടെ നിൽക്കുന്നു, ഞാൻ മാത്രം ആകെ ഒരു ചെറുതായി ഉണങ്ങി ചുളിഞ്ഞ് ഇങ്ങനെ. അപ്പോൾ അതെന്തോ എൻ്റെ പ്രശ്നമാണ്, ഞാൻ എന്നിട്ട് എല്ലാം പരിഹരിക്കാനൊക്കെ നോക്കുകയാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനായിട്ട് ഇലയ്ക്ക് സാധിക്കുകയാണെങ്കിലോ, ഇതൊക്കെ ഇലയുടെ വൃക്ഷത്തിൻ്റെ തീരുമാനപ്രകാരം നടക്കുന്നത്. ആ വൃക്ഷം നിൽക്കുന്നത് വേറെ പ്രകൃതിയിൽ, മണ്ണും വായുവും വെളിച്ചവും മഴയും ആകാശവും എല്ലാം ചേർന്നതാണ് ഈ വൃക്ഷം. വൃക്ഷത്തിന് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ലല്ലോ. ഇതേപടി നമുക്കും തനിച്ച് നിലനിൽപ്പില്ല. നമ്മൾ ഈ പ്രകൃതിയിൽ അങ്ങോട്ട് അലിഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. നമ്മൾ പ്രകൃതിയിൽ നിന്നും വേറിട്ടതാണെന്നുള്ളൊരു ചിന്തയിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും വിധേന പുറത്ത് കടക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യണമെന്ന് പറയും. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ ചിന്തിച്ച് നമ്മുടെ തന്നെ ഒരു റിഫ്ലക്ഷനായിട്ട് ഈ പ്രപഞ്ചത്തെ കാണുക എന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഉള്ള ഈ വളരെ നിസ്സാരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഭർത്താവിൻ്റെ പ്രശ്നം, ഭാര്യയുടെ പ്രശ്നം, അമ്മായിമ്മയുടെ പ്രശ്നം, അമ്മായിച്ചൻ്റെ പ്രശ്നം, ജോലിസ്ഥലത്തെ പ്രശ്നം, സുഹൃത്തുക്കളുടെ പ്രശ്നം. ഇത് പ്രശ്നമല്ലാതെയാവും. കാരണം എന്താ? കാരണം നമ്മുടെ തന്നെ പ്രതിഫലനമാണ് ഇതെല്ലാം. കാരണം ഒരു പ്രകൃതിയല്ലേ ഉള്ളത്, ഒറ്റ പ്രകൃതിയാണ് ഉള്ളത് എന്ന് നമ്മൾ പറയുന്നു. നമ്മുടെ തന്നെ ഒരു റിഫ്ലക്ഷനാണ് ഈ പ്രകൃതി മുഴുവൻ എന്നൊരു ചിന്തയിലേക്കൊക്കെ ഒരു ഇല തിരിച്ചറിയുന്നത് പോലെ, ഇലയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഇല, അപ്പുറത്തുള്ള ഇലയോട് അസൂയ തോന്നുന്നതിൽ വലിയ കഥയില്ലല്ലോ. അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരു ഇല ഈ ഇലയെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നും നമുക്ക് തോന്നുന്നില്ലല്ലോ. ഇതുപോലെയായി മാറും. കാരണം ഇതൊക്കെ സമമാണ്, എല്ലാം സമന്മാരാണ് എന്നൊരവസ്ഥയിലേക്ക് ചിന്ത കൊണ്ട് നമ്മളെത്തും. അപ്പോൾ എന്തായി, നമുക്ക് നമ്മുടെ എന്താണ് ഒരു പ്രശ്നക്കാരനായിട്ടുള്ള സുഹൃത്തിനെ കാണുമ്പോൾ അവിടെ അയാൾ പ്രശ്നക്കാരനല്ല, മറിച്ച് ആ പ്രശ്നക്കാരനൊക്കെ തന്നെ, പക്ഷെ നമ്മളത് ആസ്വദിക്കും. അല്ലാതെ നമുക്കതൊരു ഭയങ്കര ഇമോഷണൽ പ്രശ്നം നൽകുന്ന ഒന്നല്ലാതെയായി മാറും. സകലതിനെയും നമുക്ക് ഒരു സുഖമുള്ള കണ്ണോടുകൂടി കാണാനായിട്ട് സാധിക്കും. ഇത് ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഇത് മനസ്സിനും ശരീരത്തിനും നൽകുന്ന ഒരു കരുത്ത് വളരെ വലുതായിരിക്കും. ഇതിനെക്കുറിച്ച് നല്ലോണം ധ്യാനിക്കണം.